ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യാം എന്ന് സർക്കാരിന് നിയമോപദേശം. നേരത്തെ ഒപ്പിട്ട ഓർഡിനൻസുകൾ ബില്ലുകളായി എത്തിയപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചതും മറ്റു താല്പര്യങ്ങൾ കൊണ്ടാകാം. ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കാം എന്നാണ് മുതിർന്ന അഭിഭാഷകരായ ഫാലിയസ് നരിമാൻ, കെ വേണുഗോപാൽ എന്നിവരുടെ നിയമോപദേശം. VA ഗിരീഷ് ചേരുന്നു. ഗിരീഷ്, അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ സർക്കാർ അനുകൂലമായിരുന്നു പല വിധികൾ. മാത്രമല്ല കേരളത്തിലെ മാത്രമല്ല പഞ്ചാബിലെ അടക്കം ഗവർണർമാർക്ക് രൂക്ഷ വിമർശനങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് കേൾക്കുന്നുമുണ്ട്. ആ ഒരു കോൺഫറൻസിൽ നിന്ന് കൂടിയല്ലേ ആ നിയമോപദേശത്തെ സർക്കാർ കാണുന്നത് ഗിരീഷ്? ഹാഷ്മി, ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച നടപടിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയത്. കാരണം ഈ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഹർജി പുതുക്കി നൽകാൻ സംസ്ഥാന സർക്കാരിന് കോടതി അനുവാദവും നൽകിയിരുന്നു. സ്വാഭാവികമായും ഗവർണർ ഇത്തരത്തിൽ ബില്ലുകൾ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചത് മറ്റെന്തോ തരത്തിലുള്ള ഒരു കാരണം കൊണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. ഇങ്ങനെ ഒരിക്കലും ഗവർണർ ചെയ്യാൻ പാടില്ലെന്നും ഗവർണർ ഇത് ഒപ്പിടണം, കാരണം ഇത് രാഷ്ട്രപതിയുടെ പരിഗണനയിൽ വരുന്ന ബില്ലുകളല്ല എന്നുമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഈ ബില്ലുകൾ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചത് തെറ്റാണ്. അതോടൊപ്പം ഈ ഏറ്റവും കൂടുതലായിട്ടുള്ള ബില്ലുകൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണ്, സർവകലാശാലയിലെ വിവിധ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ബില്ലുകൾ നേരത്തെ ഓർഡിനൻസായി ഗവർണർക്ക് അയച്ചപ്പോൾ ഗവർണർ ഇതിൽ ഒപ്പിട്ടിരുന്നു. ഈ ഓർഡിനൻസിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ലാതെയാണ് ഇപ്പോൾ ബില്ലുകൾ തയ്യാറാക്കിയിരിക്കുന്നതും. എന്നിട്ടും ഗവർണർ ഇതിൽ ഒപ്പിടുന്നില്ല എന്നുള്ളതാണ് ഈ നിയമോപദേശത്തിൽ ഏറ്റവും വ്യക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഈ നടപടിയും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അടുത്ത സിറ്റിംഗിൽ അടുത്ത തവണ കേസെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇക്കാര്യം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഹാഷ്മി. VA ഗിരീഷാണ്. നേരത്തെയൊക്കെ കോടതിയിലേക്ക് പോകുമ്പോൾ കോടതിയും എന്തെടുക്കുകയായിരുന്നു ഇത്രനാൾ ഒപ്പിടാതെ എന്നടക്കം ഗവർണറോട് ചോദിച്ചിരുന്നു. മറ്റേ പഞ്ചാബ് ഗവർണർക്കെതിരായ വിധി ഒന്ന് വായിച്ച് മനസ്സിലാക്കൂ എന്നതടക്കം സുപ്രീം കോടതിക്ക് ആ വിഷയത്തിൽ അതിനിശ്ചിതമായ വിമർശനം ഗവർണർക്കെതിരെ ഉയർത്തിയതാണ്. ഒരുപക്ഷെ ആ കോൺഫറൻസിൽ നിന്നുകൂടി ആ നിയമോപദേശത്തെ സർക്കാർ കാണുകയും കേൾക്കുകയുമാണ്.